ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंदा. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. രണ്ട് തരത്തിലുള്ള അറിവുണ്ട്. ഒന്ന് കേട്ട് മനസ്സിലാക്കിയതും ഇനിയൊന്ന് ജീവിതത്തിൽ പകർത്തി ഉണർന്നതുമായ. ഈ ഒരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു. നമ്മൾ തിരിച്ച് ഭഗവാന്റെ ലോകത്തെത്തുമ്പോൾ അവിടെ നമ്മളെടുത്ത് നമ്മൾ എന്തെല്ലാം വായിച്ചു പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യുമോ, അല്ല നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ ആചരിച്ച് ശുദ്ധനായിട്ടുണ്ട് എന്ന ചോദ്യം ചെയ്യുമോ? ഏത് ചോദ്യമായിരിക്കും നമ്മളെടുത്ത് ചെയ്യുക? ഇല്ലേ? അവിടെ ചെന്ന ഉടനെ പറയൂ, തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ എത്ര ഗോപുരമാണ് ഉള്ളത്? ഗോപുരത്തിൽ എന്തൊക്കെ ശില്പങ്ങളാണ് ഉള്ളത്? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മളെടുത്ത് ചോദിക്കുമോ? അല്ല, എന്തെല്ലാം ഭഗവത്ഗീതയിൽ നിന്ന് ജീവിതത്തിൽ പകർത്തി അവൻ ശുദ്ധനായിട്ടുണ്ട് എന്ന് നോക്കുക. കറക്റ്റ്, എല്ലാവരും പറഞ്ഞ പോലെ സെക്കൻഡ്. അപ്പോൾ വിജ്ഞാനമാണ് ഏറ്റവും. എന്നാൽ ജ്ഞാനമില്ലാതെ വിജ്ഞാനം ഉണ്ടാകത്തില്ല. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ വിജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. എന്നാലും ആ വിജ്ഞാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ത് പിക്ചറാണ് എൻ്റെ പുറകെ ഉള്ളത്? അതാണോ ക്വസ്റ്റ്യൻ? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അത് വന്നിട്ട് എൻ്റെ മുറിയിൽ 2 ചിത്രമുണ്ട്. ഇത് ഒരു ഭക്തൻ മണൽ കൊണ്ട് വരച്ച ചിത്രങ്ങളാണ്. കാണാൻ പറ്റിയോ? ഇത് അദ്ദേഹം ഇത് വരച്ചതല്ല. അദ്ദേഹം പലതരത്തിലുള്ള മണ്ണ് ശേഖരിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ മണ്ണ് കൊണ്ട് ഇങ്ങനെ അതിനെ കോമ്പിനേഷൻ ചേർക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ അത് രൂപം പോലെ തോന്നും. അത് നല്ലൊരു കഴിവാണ്. അതുകൊണ്ട് ഞാനത് എടുത്തു വച്ചിരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. കാണാൻ സാധിച്ചോ? ഇത് വന്നിട്ട് പടമല്ല, വരച്ചതല്ല. ഇത് വന്നിട്ട് മണ്ണാണ്. പല എന്താ പറയുക, കടലിൽ നിന്നും ആറ്റിൽ നിന്നും ഈ മണ്ണൊക്കെ ശേഖരിച്ച് വന്നിട്ട് ആ മണ്ണ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ചിത്രം പോലെ കാണും. ഈ പിക്ചറിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ആ മണ്ണുകൾ, പല കളറിലുള്ള മണ്ണ് സാമ്പിൾ കാണാം.
ബ്രൗണ്, ബ്ലാക്ക്, ഇങ്ങനെ ഇതൊക്കെ ഈ ആറ്റിലും അവിടെ ഇവിടെയും പോയി ഈ മണ്ണെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ ശേഖരിച്ച് പിന്നെ അതിനെ ചിത്രമാക്കി, നല്ല പണിയാണ്. അങ്ങനെ ഒരു ഭക്തൻ ചെയ്തതാണത്. ഹരേ കൃഷ്ണ. ശരി, നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. അപ്പോൾ ജ്ഞാനവിജ്ഞാനം പഠിച്ച അറിവും വേണം, ഉണർന്നതും വേണം. പക്ഷേ ജ്ഞാനമാണ് വിജ്ഞാനത്തിനെ സഹായിക്കുന്നത്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചതിനേക്കാളും അത് പ്രാവർത്തികമാക്കി ഉണർന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇനി അടുത്ത ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിദ് യതതി സിദ്ധയേ യതഥാമപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിൽ ഉള്ള മനുഷ്യരിൽ ഒരാളാണ് കഷ്ടിച്ച് ഭഗവാനെ തിരിച്ചറിയുന്നത്. മനുഷ്യാനാം സഹസ്രേഷു, ആയിരക്കണക്കിൽ മനുഷ്യരുള്ളതിൽ കശ്ചിത് യതതി സിദ്ധേ, കഷ്ടിച്ച് ഒരാളാണ് ഭഗവാനെ തിരിച്ചറിയുന്നത്. യതഥാമപി സിദ്ധാനാം, അങ്ങനെ തിരിച്ചറിഞ്ഞ 1000-ൽ ഒരാളായിരിക്കും ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകുന്നത്. നല്ലോണം മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കിയവരിൽ ഒരാളായിരിക്കും തിരിച്ച് ഈശ്വരൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ എന്താ ഇവിടെ ഈ ജ്ഞാനവിജ്ഞാന അധ്യായത്തിൽ ഈ ശ്ലോകം വരാൻ കാരണം എന്താ? ജ്ഞാനം ഒരുപാട് പേർക്കുണ്ടെങ്കിലും വിജ്ഞാനം ഒരാൾക്ക് 2 ആൾക്കേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരുപാട് പേര് പറയണമെന്ന് കേൾക്കാം. ഞങ്ങളൊക്കെ കൃഷ്ണ ഭക്തരാ, ഗുരുവായൂർ ചെന്നിട്ടേ ഉള്ളൂ പിന്നെ വേറെ ഏത് കാര്യവും. ആദ്യം നമ്മൾ ഗുരുവായൂർ പോകും. എല്ലാം അങ്ങനെ തന്നെയാണ്. ഭഗവാനാ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം. ശരി, ഞാൻ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്, ഭഗവാനെ സ്നേഹിക്കുന്നവനാണ്, ഭഗവാന്റെ ആരാധകനാണെങ്കിൽ ഭഗവാൻ പറയുന്നത് ഞാൻ ജീവിതത്തിൽ ചെയ്യണോ വേണ്ടേ? വേണോ വേണ്ടേ? യെസ്. പക്ഷേ എന്ത് ചെയ്യും? അവർ സസ്യബുക്കാകാൻ തയ്യാറാകില്ല, നാമം ജപിക്കാൻ തയ്യാറാകില്ല. ഭഗവാന്റെ വലിയ ഭക്തനാണെങ്കിൽ ഭഗവാൻ പറയുന്നത് ചെയ്യുന്ന ആളല്ലേ വലിയ ഭക്തൻ. ഇതാണ് കുഴപ്പം പറ്റുന്നത്. അപ്പം എന്താണ്? ഭഗവാനെ അറിഞ്ഞവർ ഒരുപാട് പേരുണ്ട്, എന്നാൽ ഭഗവാൻ പറയുന്നത് ജീവിതത്തിൽ പകർത്തുന്നവർ വളരെ കുറവാണ്. അപ്പോൾ ജ്ഞാനമുണ്ടാകുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. 1000-ൽ ഒരാൾക്ക് മാത്രമേ ജ്ഞാനമുണ്ടാവുകയുള്ളൂ. എന്നാൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട്, ജ്ഞാനമുണ്ടായ 1000-ൽ വിജ്ഞാനം ഒരാൾക്കേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് അർത്ഥം എല്ലാവർക്കും മനസ്സിലായോ? ചിലരൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് രാത്രി ദോശ ഇടണോ കഞ്ഞി ഉണ്ടാക്കണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ യെസ്, മനസ്സിലായി. അപ്പോൾ ജ്ഞാനം വിജ്ഞാനത്തിനെ സഹായിക്കണം, ഭഗവാനെ ഉണരണം, അനുഭവത്തിൽ കൂടെ ബോധ്യമാകണം. അപ്പം അനുഭവത്തിൽ കൂടെ ബോധ്യമാവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആചരിക്കണം. എന്തൊക്കെ? ദിവസവും രാവിലെ ഈ ഉറക്കം ഉണരുന്നതിൽ മടി എന്ന ഒരു ചെറിയ വരയുണ്ട്. ഒന്ന് ഉറങ്ങി തീർത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എണീക്കുന്ന ഒന്ന്. ഇനിയൊന്ന് ഉറക്കത്തിനെ കുറച്ച് മുന്നോട്ട് എണീക്കുന്നത്. അതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. പലരും എന്ത് ചെയ്യും?
ഉറങ്ങി തീർത്ത് കറക്റ്റ് അങ്ങനെ എണീക്കും. പക്ഷെ അതിൽ നിന്ന് ഒരു അരമണിക്കൂർ പുറകോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ പുറകോട്ട് പോകുമ്പോൾ അതാ തപശ്ചര്യ. അപ്പം അവിടെ തൊട്ടേ തുറങ്ങാണ്. എന്താണ് വ്യത്യാസം ചോദിക്കുന്നത് അല്ലേ? ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും എന്താണ് വ്യത്യാസം? ശരി, ഗുരുവായൂരിൽ അല്ലെങ്കിൽ അമ്പലപ്പുഴ പാൽപ്പായസം നന്നായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജ്ഞാനം. ഒരു ദിവസം അവിടെ പോയി വാങ്ങിച്ച് കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു വിജ്ഞാനം. മനസ്സിലായില്ലേ? ഒന്ന് അറിവ്, ഇനിയൊന്ന് അനുഭവിച്ച് ബോധ്യമായ അറിവ്. ഇതാണ് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. ഇതുവരെ കഴിക്കാതെ അവിടെ ഇരുന്നുകൊണ്ട് പറയാം, അമ്പലപ്പുഴ പായസം നന്നായിരിക്കും കേട്ടോ, എന്തൊരു തള്ളും തിരക്കുക അവിടെ പായസം കുടിക്കാൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വലിയ ബുദ്ധിമുട്ടിയാക്കിയാ കിട്ടുന്നേ. ഇതെല്ലാം അറിവാണ്. പക്ഷെ അതെടുത്ത് കുടിച്ചിട്ട് ആഹാ എന്ന് പറയുന്നുണ്ടല്ലോ, അത് വിജ്ഞാനം. അപ്പോൾ നമ്മുടെ അറിവ്, ജ്ഞാനം വിജ്ഞാനത്തിനെ സഹായിക്കണം. വിജ്ഞാനം എന്തൊക്കെയാ? ഭഗവാനെ ഭക്തി നിറവോട് ജപിച്ച് സേവനങ്ങൾ ചെയ്ത് അതിൽ ഉണ്ടായ ഒരു അനുഭവം. അതാ ഭഗവാൻ ഇവിടെ പറയുന്നത്, മനുഷ്യാനാം സഹസ്രേഷു കശ്ചിദ്യതതി സിദ്ധയേ. ആയിരക്കണക്കിന് ആൾക്കാരിൽ 1-2 പേരാണ് ഭഗവാനെ തിരിച്ചറിയുന്നത്. ജ്ഞാനം അങ്ങനെ തിരിച്ചെന്ന് യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വെത്തി തത്വതഃ. അങ്ങനെ തിരിച്ചറിയുന്ന അനുഭവമാ വിജ്ഞാനം. ഇപ്പോ ഒരു ചോദ്യം, നമുക്ക് ജ്ഞാനമാണോ ഉള്ളത് അല്ല വിജ്ഞാനമാണോ നമുക്കുള്ളത്? നമുക്കെല്ലാവർക്കും ജ്ഞാനമാണോ ഉള്ളത് വിജ്ഞാനം? ദിവ്യ രമേശ് ജി പറയുന്നു ജ്ഞാനം. ശ്രീരാജ് എല്ലാവരും പറയുന്നു ജ്ഞാനമാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് വിജ്ഞാനം. രാവിലെ എണീക്കണം, ജപം ചെയ്യണം. ജപം ചെയ്യുമ്പോൾ അത് നന്നായിട്ട് നമ്മൾ കേൾക്കണം. കേട്ട് ബോധത്തോട് ജപം ചെയ്യണം. അല്ലാതെ ജപിച്ചിട്ട് ചിന്തകൾ അങ്ങോട്ട് കുതിര പോലെ പാഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ സത്സംഗത്തിൽ ഇരിക്കുമെങ്കിലും ചിന്ത പല ദിശയിൽ കൂടെയായിരിക്കും ഓടുന്നത്. പ്രഭുജി നിർത്തിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാമായിരുന്നു, അടുത്ത പണി നോക്കാമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും, ആ വീട്ടിനകത്ത് നമ്മുടെ ഹസ്ബൻഡോ വൈഫോ കുഞ്ഞുങ്ങളോ അപ്പുറത്ത് മുറിയിൽ ചെയ്യുന്നതായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ പല ചിന്തകളെ മാത്രം നിർത്താനേ പറ്റില്ല. പക്ഷെ ജപിക്കുന്ന നേരം വീണ്ടും വീണ്ടും നമ്മുടെ ശ്രദ്ധയെ ആ തിരുനാമത്തിൽ തന്നെ കൊണ്ടുവരണം. വിജ്ഞാനമാണ് വളരെ അത്യാവശ്യം. ശരി, താങ്ക് യു. അടുത്തത് 7-ാം അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിലോട്ട് പോകാം. ഇനി കുറച്ച് ഭഗവാൻ ഫാക്ട്സ്, ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്. അതും നമുക്ക് വേണം. ഭഗവാൻ ചില അറിവാണ് ഇനി നമുക്ക് തരാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ജ്ഞാനം തരുന്നു. ഭൂമിരപ്പോ അനലോ വായു കം മനോ ബുദ്ധിരേവച്ച അഹങ്കാര ഇതിയമ്മേ ഭിന്ന പ്രകൃതിർ അഷ്ടധ. 7-ാം അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകം. ഭൂമിരപ്പോ അനലോ വായു കം മനോ ബുദ്ധിരേവച്ച അഹങ്കാര ഇതിയമ്മേ ഭിന്ന പ്രകൃതിർ അഷ്ടധ. ഭൂമി, അനലഹ എന്ന് പറഞ്ഞാൽ തീ. ഭൂമിർ അനലോ, അപ്പോ വെള്ളം, അപ. ഈ അപ എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ അക്വ എന്ന വാക്ക് വന്നത്. ഇംഗ്ലീഷിൽ വെള്ളത്തിന് അക്വ എന്ന് പറയില്ല. ഏതോ ഒരു യൂറോപ്യൻ ഭാഷയിൽ, എനിക്കറിയില്ല, ഏതോ ഗ്രീക്കോ ലാറ്റിനോ ഫ്രഞ്ചിലോ അവിടെ എവിടെയൊക്കെയാണ് വെള്ളത്തിനെ അക്വ എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ല അക്വേരിയം. ഈ അക്വ എന്ന് വെള്ളത്തിന് പറയുന്ന ആ വാക്ക് വന്നത് അപ എന്ന വാക്കിന്. വെള്ളത്തിന്
അഭ എന്ന സംസ്കൃതത്തിൽ വാക്ക് അഭ. ഭൂമി, അനലഹ അനല തീ, അഭ വെള്ളം, വായു ഭൂമിനർപ്പോ അനലോ വായു, ഖം ആകാശം, മനോബുദ്ധിർ ഏവച്ച അഹങ്കാര ഇതിയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. 8 ചേരുന്നതാ ഈ ഭൗതിക ശരീരം, 8. ഒന്ന് പഞ്ചഭൂതങ്ങൾ, ഭൂമി അപ്പോ അനലോ വായു ഖം, ഭൂമി ജലം അഗ്നി വായു ആകാശം. ഇത് 5 കൊണ്ട് ചെയ്തിരിക്കുന്നതാ ഈ ശരീരം. ഈ 5 കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു സൂക്ഷ്മ ഇതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സൂക്ഷ്മ ശരീരമാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം. നമുക്ക് എല്ലാവർക്കും 2 ശരീരമുണ്ട്. ഒന്ന് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ ഒരു ശരീരം, ഭൂമി ജലം അഗ്നി വായു ആകാശം. ഇനിയൊന്ന് കാണാൻ പറ്റാത്ത മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന ശരീരം. ഇന്ന് ഈ റീസൈക്ലിങ്ങിനെ കുറിച്ചൊക്കെ എല്ലാവരും പറയാറില്ലേ? റീസൈക്ലിംഗ് ഇല്ലേ? പൊട്ടിയ മുള കൊണ്ട് ഇത് ചെയ്തു, തേങ്ങയുടെ ചിരട്ട കൊണ്ട് അത് ചെയ്തു, സാധനങ്ങളൊന്നും വേസ്റ്റ് ചെയ്യാതെ ആൾക്കാർ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് റീസൈക്ലിങ്ങിനെ കുറിച്ച് പറയുന്നില്ലേ? പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ റീസൈക്ലിംഗ് ചെയ്യുന്നത് ഭഗവാനാണ്. ഒരു കാശിന് കൊള്ളാത്ത സാധനങ്ങളെ വെച്ച് എത്ര സുന്ദരമായ ശരീരം ഉണ്ടാക്കിയിരിക്കണം നോക്കൂ, ഇല്ലേ? ഒന്ന് നമ്മളെ കാറ്റ് പോയി കഴിഞ്ഞാൽ, ഇതിലിരുന്ന് പ്രാണൻ പോയി കഴിഞ്ഞാൽ അപ്പം മനസ്സിലാവും ഈ ശരീരത്തിൻ്റെ ഭംഗി. ഉടനെ ദുർഗന്ധം വരും. 9 ദ്വാരങ്ങളും തുറക്കും, കാറ്റ് അകത്ത് നിറയും. അതുകൊണ്ടാണല്ലോ പഞ്ഞി വയ്ക്കുന്നത്. മൂക്കി പഞ്ഞി, ചെവിയിൽ പഞ്ഞി. എന്തിനാ പഞ്ഞി വയ്ക്കണേ? എല്ലാം ഓപ്പണായി. കാറ്റ് അകത്ത് ചെന്ന് ബലൂണ് പോലെ വീർക്കാൻ തുടങ്ങും. കാല് കൂട്ടിക്കെട്ടി, വയറ് കൂട്ടിക്കെട്ടി, എല്ലാം കൂട്ടിക്കെട്ടി. ജീവൻ പോയെങ്കിൽ ഈ ശരീരം ഒരു വകയ്ക്ക് കൊള്ളില്ല. 2 ദിവസം കഴിഞ്ഞാൽ ചീഞ്ഞ നാറ്റം വരും. ഈ പഞ്ഞൊക്കെ നേരെ വെച്ച് അടച്ചു വെച്ചില്ലെങ്കിൽ വയറ്റിനകത്ത് കാറ്റ് കയറി പൊട്ടും. ഐസ് പെട്ടി വേണം. അത്രയ്ക്കും വേസ്റ്റ് സാധനങ്ങളാണ് ഇതിനകത്ത്. മലം, മൂത്രം, മജ്ജ, മാംസം, ചോര, പഴുപ്പ്. ഈ വേസ്റ്റ് സാധനം കൊണ്ട് റീസൈക്കിൾ ചെയ്ത് ദൈവം എത്ര സുന്ദരമായ ഒരു ശരീരം ടിങ് എന്ന് തന്നിരിക്കുന്നത് നമുക്ക്. ഏറ്റവും വലിയ റീസൈക്ലിംഗ് അവാർഡ് ദൈവത്തിന് വേണം കൊടുക്കാൻ. ഇതിനെല്ലാം വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്യാം. അതിനെ കൊണ്ടുപോയി ചിലർ കത്തിക്കും. കത്തിക്കുമ്പം എന്താകും? ഭസ്മമായി വീണ്ടും പഞ്ചഭൂതങ്ങളിലിട്ട് പോയി ചേരും. ചിലരെന്ത് ചെയ്യും? കുഴിച്ച് അടച്ചു വയ്ക്കും. അത് കുറച്ചു കാലം എന്താവും? ദ്രവിച്ച് പുഴുക്കളും ഇതെല്ലാമായി അതും മണ്ണോട് മണ്ണായി പോകും. ചില സമ്പ്രദായക്കാർ മലയുടെ മുകളിൽ നിന്ന് എടുത്തെറിയുക, ചിലർ വന്ന് കാറ്റ് നദിയിലൊഴുക്കി, ഇങ്ങനെ പലതും ചെയ്യും. എല്ലാം എവിടെയാ പോകുന്നത്? വീണ്ടും പഞ്ചഭൂതങ്ങളിലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 ശരീരം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, 2 ഉണ്ട്. സ്ഥൂല ശരീരം ഈ കാണാൻ സാധിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായ ശരീരം. സൂക്ഷ്മ ശരീരം നമുക്ക് കാണാൻ സാധിക്കാത്ത മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇപ്പോൾ ഈ 2 ശരീരത്തിലും വെച്ച് പ്രാധാന്യം ഏത് ശരീരത്തിനാ കൂടുതൽ? സൂക്ഷ്മ ശരീരത്തിനാ പ്രാധാന്യം കൂടുതൽ. എന്തുകൊണ്ടാ? കൈയൊടിഞ്ഞു, ജീവിക്കാൻ നമ്മൾ തയ്യാറാകും. കൈയൊടിഞ്ഞു എന്നാലും കെട്ടി വെച്ചുകൊണ്ട് അത് നടക്കും. ഇന്നൊക്കെ കൈയൊക്കെ ഒടിഞ്ഞു പോയാൽ കെട്ടാൻ നല്ല സ്റ്റൈൽ സാധനങ്ങളൊക്കെ ഉണ്ട്. പല തരത്തിലൊക്കെയാണ്. ബാഗ് പോലെ ഉണ്ട് കയ്യിനെ കെട്ടാൻ. അതിൽ വേറെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ അതിലൊക്കെ ഓട്ടോഗ്രാഫ് ചെയ്യും. ഈ കൈയൊടിഞ്ഞ് കെട്ടുന്നത് ഫാഷനായിരിക്കുക. ഇപ്പോൾ സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാറിൻ്റെ കൈയൊക്കെ ഒടിഞ്ഞ് കെട്ടിയാൽ ഉടനെ അതിൽ ഓട്ടോഗ്രാഫ് ചെയ്യും. കൈയൊടിയുന്നതൊക്കെ ഇപ്പോൾ ഫാഷനായി. അതിന് പല സ്റ്റൈലിൽ ബാഗുകളുണ്ട്. പ്രിൻറ്റഡ് ബാഗ് ഉണ്ട്, ഫ്ലവർ പാറ്റേൺ ബാഗ് ഉണ്ട്, പിങ്ക് കളർ ബാഗ്, എല്ലാ കളറിലൊക്കെ ഉണ്ട്. അതും ഒരിതാണ്, ബിസിനസ്സാണ്. കൈയൊടിഞ്ഞാൽ മനുഷ്യൻ ജീവിക്കാൻ തയ്യാറാണ്. 2 കിഡ്നിയിൽ 1 ഫെയിലിയർ, എന്നാലും കുഴപ്പമില്ല, ജീവിക്കും.
കണ്ണ് കാണുന്നില്ല, പ്രശ്നമില്ല. ശരീരത്തിൽ എന്ത് കുഴപ്പം വന്നാലും ജീവിക്കാൻ തയ്യാറാ. പക്ഷേ മനസ്സിൽ മുറിവ് വന്നാൽ അവൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ്. വെളിയിൽ കാണാൻ പറ്റാത്ത ഒരു മനസ്സ്, അതിലൊരു വേദനയോ മുറിവോ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ആത്മഹത്യ ചെയ്യും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും സ്ഥൂല ശരീരത്തിനേക്കാളും പ്രാധാന്യം സൂക്ഷ്മ ശരീരത്തിനാണ്. പഞ്ചഭൂതങ്ങളെക്കാളും പ്രാധാന്യം മനസ്സ്, ബുദ്ധി, അഹങ്കാരത്തിനാണ്. ഈ പഞ്ചഭൂതം വെറും ഒരു യന്ത്രം മാത്രം, ഒരു മെഷീൻ, അത്രയേ ഉള്ളൂ. റിപ്പയറായ അസംബ്ലി മാറ്റുക, അത്ര തന്നെ. ഒരു കാർ മെക്കാനിക്ക് പറഞ്ഞു, ഒരു ഡോക്ടർ എടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഒരു വ്യത്യാസവും ഇല്ല. എന്താണ്? ഞാൻ എൻ്റെ കാറിൽ റിപ്പയറായ വീല് മാറ്റും, എൻജിന് മാറ്റും, അതിൻ്റെ റേഡിയേറ്റർ മാറ്റും, എല്ലാം മാറ്റി പുതിയത് ഫിറ്റ് ചെയ്യും. നിങ്ങളും അതല്ലേ ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞു, അത് ശരിയാ, രണ്ടും ഒന്ന് തന്നെയാണ്, ഞങ്ങളും അതൊക്കെ തന്നെയാണ് ചെയ്യണം. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ്? നീ വണ്ടി നിർത്തിയിട്ടിട്ട് ചെയ്യും, ഞങ്ങൾ ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ ചെയ്യും, അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞു. അത് ശരിയാ, സമ്മതിച്ചു അല്ലേ? എന്നാൽ ആ യാന്ത്രിക ശരീരത്തിനേക്കാളും ഒരു പടി ഉയർന്നതാണ് സൂക്ഷ്മ ശരീരം, ഇല്ലേ? എന്നെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ, ഓ എനിക്ക് എൻ്റെ കിഡ്നി കാരണം എന്ത് സുഖമാണ്, എനിക്ക് എൻ്റെ ലങ്സ് കാരണം എന്ത് സുഖമാണ്, എനിക്ക് എൻ്റെ ബ്രെയിന് കാരണം എന്നെങ്കിലും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇതൊരു വല്ലാത്ത കുഴപ്പം പിടിച്ച സൃഷ്ടിയാണ് ദൈവം ഉണ്ടാക്കിയത്. എന്താണ്? ഈ ശരീരം കൊണ്ട് നമുക്ക് സുഖം അനുഭവിക്കാൻ പറ്റില്ല, പക്ഷെ വേദന അനുഭവിക്കാൻ പറ്റും. എൻ്റെ കിഡ്നി കാരണം എനിക്ക് വേദന, അസൗകര്യം. എൻ്റെ ലങ്സ് കാരണം, എൻ്റെ ലിവർ കാരണം, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കാരണം വേദന. കൈയൊടിഞ്ഞപ്പോൾ വേദന, കാലൊടിഞ്ഞപ്പോൾ വേദന, വയറ്റിനകത്ത് പ്രശ്നമായപ്പോൾ വേദന. വേദന തരാൻ ഈ ശരീരത്തിന് പറ്റും, പക്ഷേ അത്രയ്ക്ക് സുഖം തരാൻ പറ്റില്ല. സുഖം 10% തരുള്ളൂ, വേദന 90% തരും. അപ്പം ഇരുന്നേ ഒരു ജീവാത്മാ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ഭൂമിയിൽ നമ്മളെ കെട്ടിവെച്ചിരിക്കുകയാണ്, ഈ ശരീരം കൊണ്ട് നമ്മളെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ശരീരം 90% വേദന തരാൻ റെഡിയാണ്, പക്ഷേ 10% സുഖം തരുള്ളൂ. ഇവിടെ ഉള്ള ആരെങ്കിലും അവരെ കിഡ്നി കാരണം സുഖം അനുഭവിച്ചവരുണ്ടോ? ഓ ഇന്ന് എൻ്റെ കിഡ്നി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന എന്ത് സുഖമാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ വേദന തരാൻ കഴിവുള്ളതാ ഇതെല്ലാം. ഇതിനേക്കാളും ഒരു പടി ഉയർന്നതാ സൂക്ഷ്മ ശരീരം. മനസ്സ്, ബുദ്ധി എന്ന് അഹങ്കാരം എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. ഇതിനെക്കുറിച്ചാണ് 24 മണിക്കൂറും ചിന്തിക്കുന്നത്. ഇതിനെ വെളുപ്പിക്കണം, കറുപ്പിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അലങ്കരിക്കണം, ഡെക്കറേറ്റ് ചെയ്യണം. അത് ഇതിനകത്തുള്ള ജീവനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല. ശങ്കരാചാര്യർ പറഞ്ഞു, അഗ്നിയോട് അഗ്നിയായി ചേർന്ന് ഭസ്മമാകുന്ന ശരീരത്തിന് എന്ത് അലങ്കാരം, ശാശ്വതമായ അവൻ്റെ ഗുണാതിശയങ്ങളെ ചുമന്ന് നടക്കുന്ന ആത്മാവിനെ കുറിച്ച് ചിന്തയേ ഇല്ലല്ലോ. എന്ത് മണ്ടത്തരമായ ജീവിതമാണ് മനുഷ്യൻ ജീവിക്കുന്നത്, അല്ലേ? ഇത് പ്രഭുപാദർ നല്ല ഒരു ഉദാഹരണം പറഞ്ഞു. കൂണ്ടിനകത്ത് ഒരു കിളി, ഒരു വയസ്സായ അമ്മൂമ്മയുണ്ടായിരുന്നു. ഒരുപാട് കാശ. ഇവർക്ക് ഈ പൈസ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഒരു തത്തയെ മേടിച്ചു, തത്തയ്ക്ക് ഒരു കൂണ്ടുണ്ടാക്കി, അത് നല്ല സ്വർണത്തിൽ പോളിഷൊക്കെ ചെയ്തു. ഒരു ദിവസം വീട്ടിൻ്റെ അവിടെ കെട്ടിയിട്ട് തൂക്കി, വെരി ക്യൂട്ട്. അടുത്ത ദിവസം വീട്ടിൻ്റെ ഇപ്പുറത്ത് തൂക്കിയിട്ട് ഇത് കൊള്ളാം എന്ന് ദിവസം പറയും. പക്ഷെ തത്തയ്ക്ക് ചോറ് കൊടുക്കാൻ മറന്നുപോയി, തത്ത ചത്തു. ഇത് നമ്മൾ കേട്ട ഉദാഹരണമാണ്, പലവട്ടം കേട്ട്. എന്നാലും ആത്മാവിനെ കുറിച്ച് നമ്മൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശരീരത്തിനാണ് ഫുൾ പ്രാധാന്യം. അതങ്ങോട്ട് പോകുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല, ഇത് ഇഷ്ടപ്പെട്ടില്ല. ഒരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം ചെയ്തു കഴിഞ്ഞാൽ അത് എവിടെയോ ഉള്ളിൽ കൊണ്ട് മുഖമെല്ലാം മാറി വാടിപ്പോയി. എന്തുകൊണ്ടാണ്? പ്രഭുപാദർ പറഞ്ഞു, എത്ര
എത്രയ്ക്കും അഹം എന്ന ചിന്തയുണ്ടാകുമോ അത്രയ്ക്കും അവൻ വേദനിക്കും. ഞാൻ എന്ന ചിന്ത അധികമാകും തോറും ആ മനുഷ്യൻ്റെ വേദനയും അധികമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷ്മ ശരീരത്തിനെ കൂടുതൽ ചിന്തിക്കണം. ഇത് പറയുമ്പോൾ ക്ലാസ്സിലുള്ള സ്ത്രീകളൊന്നും വിഷമിക്കരുത്. അപ്പോൾ നാളെ തൊട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റൂലേ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. പക്ഷേ ഇതിനെ അലങ്കരിക്കുന്നതോടൊപ്പം തന്നെ ഇതിനേക്കാളും പ്രാധാന്യം നിങ്ങൾക്കൊരു ശരീരമുണ്ട്, അതാണ് സൂക്ഷ്മ ശരീരം. അതിനെക്കുറിച്ചും കൂടെ ഓർക്കണം. ആ മനസ്സിനെ ശ്രദ്ധിക്കണം, അഹങ്കാരത്തിനെ ഒന്ന് നിയന്ത്രിക്കണം, ബുദ്ധിയെ ഷാർപ്പാക്കണം. അത് ചെയ്യണമെങ്കിൽ വീണ്ടും വീണ്ടും ആത്മീയതയിൽ വന്നേ പറ്റും. ഇനി ഇതിനേക്കാളും ഒരു തമാശയുണ്ട്. എന്താണ്? ഇനിയൊരു സ്ഥലത്ത് ഭഗവാൻ പറയുന്നു, യം യം വാപി സ്മരൺഭാവം ത്യജത് അന്തേ കളേവരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിതഃ. അർജുന, നീ മരണവേളയിൽ എന്ത് ചിന്തിക്കുന്നോ അതായി തന്നെ മാറും. പക്ഷെ ഗരുഡ പുരാണം പറയുന്നു, മരിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സൂക്ഷ്മ ശരീരം മാറാൻ തുടങ്ങും. ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറില്ല. അടുത്ത ജന്മത്തിൽ ഒരു വിധി അനുസരിച്ച് ഞാൻ ഒരു മരമായി ജനിക്കണമെങ്കിൽ പെട്ടെന്ന് ഈ ജന്മത്തിൽ മരിച്ച് അടുത്ത ജന്മത്തിൽ മരമായി ജനിക്കില്ല. അങ്ങനെ ഒറ്റ അടിക്ക് സംഭവിക്കില്ല. ട്രാൻസ്ഫർമേഷൻ. ഈ ജീവിതത്തിൻ്റെ അവസാനം തന്നെ എൻ്റെ സൂക്ഷ്മ ശരീരം ഒരു മരത്തിൻ്റെ ഭാവത്തിൽ മാറിക്കൊണ്ടിരിക്കും, ഈ ലൈഫിൽ തന്നെ. ഗരുഡ പുരാണത്തിൽ മനോഹരമായി പറയുന്ന ആ ട്രാൻസ്ഫർമേഷൻ, ആ ചേഞ്ച് എങ്ങനെയാണെന്ന് ഈ ജന്മത്തിൽ തന്നെ മാറും. ഞാൻ 24 മണിക്കൂർ ദിവസവും മീൻ കഴിക്കുന്ന ഒരാളാണെന്ന് വെച്ചോളൂ. ഞാൻ ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ പത്തിരിയും മീനാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കോഴിക്കോടുകാരൊക്കെ ഉണ്ടോ? ആരുമില്ല. അത് ശരി, ഭാഗ്യം. ധൈര്യത്തിൽ പറയാം. രാവിലെ പത്തിരിയും മീനും. അവർക്ക് മീനില്ലാത്ത സമയമേ ഇല്ല. അയ്യോ 4-5 പേരുണ്ടേ, അപ്പം ഞാൻ കൺട്രോൾ ചെയ്യാം, പറയുന്നില്ല. രാവിലെ പത്തിരിയും മീനാണ്. മീൻ അച്ചാറ്, മീൻ കുടിവെള്ളം, മീൻ സാമ്പാർ, മീൻ അവിയൽ, മീൻ തോരൻ എല്ലാം മീനിലുണ്ടാക്കും. പ്ലേറ്റ് മാത്രമില്ല, പറ്റുമെങ്കിൽ പ്ലേറ്റും മീനിലുണ്ടാക്കും. ഇങ്ങനെ ആകുമ്പോൾ എന്താകും? മരണവേളയിൽ ബോധവും അതായി തന്നെ മാറും. അപ്പോൾ അടുത്ത ജന്മം അവനൊരു പൊന്മാനായി ജനിക്കുമെന്നുള്ളത് അടുത്ത ജന്മം വരെ കാത്തിരിക്കേണ്ട. ഈ ജന്മത്തിൻ്റെ അവസാനം തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരം മാറിക്കോളും. നല്ലോണം നോക്കണം. ചിലർ വയസ്സാകുമ്പോൾ അവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്ന ഉദാഹരണമായിട്ട് മാത്രം എടുക്കാവൂ. വീട്ടിൽ അപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവരുടെ അടുത്തൊക്കെ ചെന്ന് വഴക്കിട്ട് അടി ഉണ്ടാക്കരുത്. ഇതിന് വെറും എക്സാമ്പിളായിട്ട് മാത്രമേ എടുക്കാവൂ. ചിലരുടെ ലൈഫിൻ്റെ അവസാന സ്റ്റേജിലൊക്കെ ആകുമ്പോൾ അവരെ ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആര് പോയി എന്ത് ചോദിച്ചാലും കടിച്ച് തിന്നാൻ വേണ്ടി നിൽക്കും. മുത്തശ്ശി വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചില്ലെങ്കിൽ നീ കൊണ്ടുവന്ന് തരുമോ? എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോ. ഇങ്ങനെയൊക്കെ ചിലരുണ്ട്. ഇങ്ങനെ കടിച്ച് തിന്നാൻ നിൽക്കും. മനസ്സിലാക്കിക്കൊള്ളണം, അവരുടെ സ്ഥൂല ശരീരം ഓൾറെഡി വേറെ ഒരു ഭാവത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മ ശരീരം മരണാന്തരം വേറെ ഒരു രൂപം എടുക്കും. ജലജാൻ, അവലക്ഷാനി, അത് ഏത് രൂപം വേണമെങ്കിൽ എടുക്കാം. പക്ഷേ സൂക്ഷ്മ ശരീരം ഈ ലൈഫ് ടൈമിൽ തന്നെ രൂപം മാറും. ഞാൻ ചില ഭക്തരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഭക്തന്മാർ 60 വയസ്സ് 65 വയസ്സൊക്കെ ആകുമ്പോൾ മുഖമെല്ലാം അങ്ങ് ബൾബ് പോലെ തിളങ്ങും. കണ്ണൊക്കെ നോക്കണം. ഞാൻ കണ്ടിട്ടുള്ളതാ, വെറുതെ പറയുന്നതല്ല. ഈ ചില പെൺകുട്ടികൾക്ക് കൺമഷി കൊണ്ട് വരച്ച് ഭംഗിയാക്കൂല്ലേ കണ്ണ്, ഇല്ലേ? കണ്ണ് എഴുതൂല്ലേ? ഈ വയസ്സായവർ, ആ ഭക്തർക്ക് 65-70 വയസ്സാകുമ്പോൾ കണ്ണുകളെല്ലാം നാച്ചുറലി അങ്ങനെ ഒരു ഭംഗിയിലോട്ട് വരും. മുഖത്ത് ഒരു തേജസ് വരും, ഒരു വശീകരിക്കുന്ന ഒരു തേജസ് വരും. അവർ മരിച്ചാലും മുഖം കണ്ടാൽ വളരെ പ്രസന്നമായിരിക്കും. എന്താ സംഭവിച്ചത്?
അവർ സദാസമയം ഭഗവാനെ ചിന്തിച്ച് നാമജപവും കാര്യങ്ങളും ചെയ്തതുകൊണ്ട് അവരുടെ ജീവിത അന്ത്യമാകുമ്പോൾ സൂക്ഷ്മ ശരീരം നേരത്തെ തന്നെ ആത്മീകമായി കഴിഞ്ഞു മുഴുവൻ. ഭൗതിക ശരീരം പിന്നേ പോവുള്ളൂ. നന്നായിട്ട് മനസ്സിലാക്കണം, സൂക്ഷ്മ ശരീരവും ഭൗതിക ശരീരത്തിനും തമ്മിലുള്ള വ്യത്യാസം ട്രെയിനിൻ്റെ എൻജിനും കമ്പാർട്ട്മെൻറ്റും പോലെയാണ്. ഇപ്പം ഈ രണ്ട് ശരീരത്തിൽ എൻജിൻ ഏതാണ്? എൻജിൻ ഒരു ശരീരം, പെട്ടികൾ വേറെ ശരീരം. നമുക്ക് രണ്ടു പേർക്ക് ഈ രണ്ടും ഉണ്ട്. അപ്പം എൻജിൻ ഏതാണ്, പെട്ടി ഏതാണ്? വർഷാപ്പായി എൻജിൻ, സൂക്ഷ്മ ശരീരം. കറക്റ്റ്, റൈറ്റ്. എല്ലാവർക്കും മനസ്സിലായി. ക്യാൻ യു എക്സ്പ്ലെയിൻ വൺസ് മോർ? ഓക്കെ. ഞാൻ പറഞ്ഞു രണ്ട് ശരീരം നമുക്കുണ്ട്, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, രണ്ടും ഉണ്ട്. ഇത് രണ്ടിലും പ്രാധാന്യം സൂക്ഷ്മ ശരീരമാണ്. സൂക്ഷ്മ ശരീരത്തിലാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നുള്ളതുകൊണ്ട്. സ്ഥൂല ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ടുള്ള, അത് വെറും പെട്ടി. ട്രെയിനിൻ്റെ എൻജിനാണല്ലോ പെട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നത്. വിഡ്ഢികൾ വിചാരിക്കും പെട്ടിയെല്ലാം കൂടെ ചേർന്നാണ് എൻജിനെ തള്ളുന്നതെന്ന്. വിവരമില്ലാത്തവരങ്ങനെ വിചാരിക്കും. പക്ഷേ എൻജിനാണ് പെട്ടികളെ വലിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മ ശരീരമാണ് നമുക്ക് പ്രാധാന്യം കൂടുതൽ. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ദിവസവും രാവിലെ എണീറ്റാൽ സൂക്ഷ്മ ശരീരത്തിന് പല്ല് തേച്ച്, സൂക്ഷ്മ ശരീരത്തിനെ കുളിപ്പിച്ച്, സൂക്ഷ്മ ശരീരത്തിനെ ഡ്രസ്സ് ചെയ്ത് എല്ലാം ചെയ്യണം. പക്ഷേ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ സ്ഥൂല ശരീരത്തിനാണ് ചെയ്യുന്നത്. ഇതിൽ ചില മടിയന്മാർ സ്ഥൂല ശരീരത്തിനും ഒന്നും ചെയ്യാറില്ല. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പല്ല് തേക്കില്ല, കുളിക്കില്ല, അത് വേറെ കാര്യം. ദിവസവും സൂക്ഷ്മ ശരീരം, ഇപ്പോൾ ഉദാഹരണം, സൂക്ഷ്മ ശരീരത്തിന് എങ്ങനെയാണ് പല്ല് തേക്കുക? രാവിലെ എണീറ്റോടെ. ഇത് ഭക്തി വിനോദ് ഠാക്കൂർ എന്ന പരമാചാര്യൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. രാവിലെ എണീറ്റ ഉടനെ ഭൂമിദേവി എനിക്ക് അങ്ങ് ഒരു ദിവസം കൂടെ എനിക്ക് തന്നിട്ടുണ്ട്. ഭൂമിദേവിക്ക് നന്ദി പറയുക. എനിക്ക് അങ്ങ് ഒരു ദിവസം കൂടെ തന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, കിടന്നു ഉറങ്ങി അടുത്ത ദിവസം രാവിലെ എണീറ്റില്ലെങ്കിലോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉറക്കത്തിൽ പോയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മുടെ കൺട്രോളിലുണ്ടോ? നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം രാവിലെ എണീറ്റ ഉടനെ ഭൂമിദേവിക്ക് നന്ദി പറയുക, എനിക്ക് ഒരു ദിവസവും കൂടെ അങ്ങ് തന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ അങ്ങയെ ചവിട്ടുമ്പോൾ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാകരുത്, ഈശ്വരൻ്റെ സേവനത്തിന് വേണ്ടി മാത്രമാകണം. കാരണം ഭൂമിയും ഭഗവാന്റെ ഒരു പത്നിയാണ്. സത്യഭാമ, ഭൂമിദേവി, ഭൂമിയും ഭഗവാന്റെ ഒരു പത്നിയാണ്. മനസ്സിലായോ? അപ്പം രാവിലെ എണീക്കുമ്പോൾ ഭൂമിയോട് നന്ദി പറയാ, എനിക്ക് ഒരു ദിവസവും കൂടെ തന്നിട്ടുണ്ടല്ലോ, അങ്ങേ ഞാൻ ചവിട്ടുന്നത് ഈശ്വര സേവനത്തിന് വേണം, എൻ്റെ സ്വാർത്ഥതയ്ക്കാകരുത്. അത് കഴിഞ്ഞ് പല്ല് തേച്ച് കുളിച്ച്, ഏത് സൂക്ഷ്മ ശരീരത്തിനെ പല്ല് തേപ്പിച്ച് കുളിപ്പിക്കണം. അടുത്തത്, നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്കുപോലും ആരെയും വേദനിപ്പിക്കരുത്. ആരെയും വേദനിപ്പിക്കാനുള്ള അധികാരം എനിക്ക് ദൈവം തന്നിട്ടില്ല. ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ മുഴുവനും ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നതാകണം. പല്ലും തേച്ച് വായും കഴുകി. അടുത്തത് കുളിപ്പിക്കണം. അനാവശ്യ ചിന്തകൾ വേണ്ട. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. നടക്കുമോ? നടക്കില്ല. നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല നാമജപം വേണം. എത്ര ഡീറ്റെയിൽ ആയിട്ടാണല്ലോ നമ്മൾ സ്ഥൂല ശരീരത്തിനെ സൂക്ഷിക്കുന്നത്, അല്ലേ? തലയ്ക്ക് വേണ്ടി കുറേ സമയം ചിലവാക്കും, മുഖത്തിന് വേണ്ടി കുറേ, ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിന് വേണ്ടി ചിലവാക്കും. പെട്ടെന്ന് സ്കിന്നിൽ ഒരു കറുത്ത പാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് സങ്കടമായി, ഇതെന്താണ്, ഡോക്ടറെ അടുത്ത് കാണിക്കണം, വല്ല ക്യാൻസർ വല്ലതും ആണോ, അതിനെക്കുറിച്ച് ചിന്ത. എത്ര കെയർ എടുക്കുന്നു നമ്മൾ ഈ ശരീരത്തിനെ നോക്കാൻ. അതിൻ്റെ കാൽഭാഗം പോലും സൂക്ഷ്മ ശരീരത്തിന് വേണ്ടി ചെയ്യാറില്ല. അതും കൂടെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ശരിയാകുന്നത്. സൂക്ഷ്മ ശരീരമാണ് സ്ഥൂല ശരീരത്തിനേക്കാളും പ്രാധാന്യം കൂടിയത്. അത് ശരിയാക്കണമെങ്കിൽ നല്ല ജപം, രാവിലെ എണീറ്റ് നമ്മൾ ചെയ്യുന്ന നല്ല ജപത്തിൽ കൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നല്ല ജപം, ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടുള്ള ഒരു ജപം. ഓക്കെ, ഹരേ കൃഷ്ണ.